നമ്മളിപ്പോൾ 2 ദിവസത്തെ വീഡിയോസ് ചെയ്ത് കഴിഞ്ഞു. മൂന്നാം ദിവസം ബുധനാഴ്ച വീഡിയോയിൽ ഞാൻ വിട്ടിരിക്കുന്ന പേരെന്ന് പറയുന്നത് ഫാൻറ്റസി ഡേ എന്നാണ്. അതായത് നമ്മൾ ഹൊറർ സിനിമകളെ കുറിച്ച് കേട്ടിട്ടുണ്ട് അല്ലേ? പ്രേത സിനിമകൾ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ്. പക്ഷേ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു സബ്ജക്റ്റാണ് മന്ത്രവാദ സിനിമകൾ. അതായത് ഫാൻറ്റസി, മന്ത്രവാദവും ദുർമന്ത്രവാദവും ചാത്തനും കുട്ടിച്ചാത്തനും ഒക്കെ ഉള്ള സിനിമകളില്ലേ. ഈ അടുത്ത് ബ്രഹ്മയോഗമൊക്കെ അങ്ങനെ ഫേമസ് ആയിട്ടുള്ള സിനിമയാണ്. അതുപോലെ ഒരു എന്താ പറയുക, ഒരു ഫാൻറ്റസി അല്ലെങ്കിൽ മന്ത്രവാദ സിനിമകളെ, മന്ത്രവാദ കളങ്ങൾ വെച്ചിട്ട് നമ്മളെ അമ്പരിപ്പിക്കുന്ന സിനിമകൾ മലയാള സിനിമയിൽ ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. അതിൽ നമ്മുടെ ലാലേട്ടൻ, മമ്മൂക്ക എല്ലാം അഭിനയിച്ചിട്ടുണ്ട്. അങ്ങനെ കുറച്ച് സിനിമകൾ നമുക്ക് പരിചയപ്പെടാം. വീട്ടിലോട്ട് പോയാലോ? 1984 വിൻസെന്റ് സംവിധാനം ചെയ്ത സിനിമയാണ് ശ്രീകൃഷ്ണ പരുന്ത്. ഫുൾ ആൻഡ് ഫുള്ള് മായാജാലവും മന്ത്രവാദത്തിനെ കുറിച്ച് ബേസ് ചെയ്തിട്ടൊരു സിനിമയാണത്. അനന്തഭദ്രൻ പോലും ഇത്രയും ഒരു വലിയ സബ്ജക്റ്റ് കൈകാര്യം ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് അറിയത്തില്ല. കാരണം ഫുൾ ആൻഡ് ഫുള്ള് മോഹൻലാലിനെ വെച്ചിട്ട് ഫുള്ള് മന്ത്രവാദവും പ്രേതക്കഥകളും കുട്ടിച്ചാത്തനും അല്ലെങ്കിൽ എന്താ പറയുക ദുർമന്ത്രവാദവും അങ്ങനെ ഒരു സബ്ജക്റ്റിൽ എടുത്തിരിക്കുന്ന പടമാണ്. പി വി തമ്പിയുടെ കുടുംബത്തിലെ ഗ്രന്ഥങ്ങളിൽ നിന്ന് എടുത്തെന്ന് പറയപ്പെടുന്ന ഒരു കഥയാണിത്. അദ്ദേഹത്തിനെതിരെ കുടുംബത്തിലൊക്കെ തന്നെ പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. ഈ കഥ സിനിമയാക്കി എന്നൊക്കെ പറഞ്ഞിട്ട് പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. എന്തായാലും നിങ്ങളെല്ലാം രസിപ്പിക്കുന്ന ഒരു പടമായിരിക്കും തീർച്ചയായിട്ടും ഈ പടം. 1989 ഡെന്നിസ് ജോസഫ് തിരക്കഥയിൽ അദ്ദേഹം തന്നെ സംവിധാനം ചെയ്ത സിനിമയാണ് അഥർവം. നമ്മുടെ മമ്മൂട്ടിയാണ് ഈ പടത്തിൽ നായകനായിട്ട് അഭിനയിച്ചിരിക്കുന്നത്. അഥർവം എന്നാണ് ഈ പടത്തിൻ്റെ പേര് പോലെ തന്നെ ദുർമന്ത്രവാദമായിട്ട് ബേസ് ചെയ്തിട്ടുള്ള ഒരു എന്താ പറയുന്നത് സങ്കല്പങ്ങളെയും അതിനുള്ള അനുഷ്ഠാനങ്ങളെ കുറിച്ചൊക്കെ വളരെ വിശദീകരിക്കുന്ന ഒരു സിനിമയാണിത്. അതായത് ഒരു ബ്രാഹ്മണിൽ താഴ്ന്ന ജാതി എന്ന് പറയപ്പെടുന്ന ആളിൽ ഉണ്ടാകുന്ന കുട്ടിക്ക് അനുഭവിക്കേണ്ടി വരുന്ന കുറേ ബുദ്ധിമുട്ടുകളും അതുമൂലം താൻ ദുർമന്ത്രവാദി ആകപ്പെടുന്നത് മൂലം ഉണ്ടാകുന്ന കാര്യങ്ങളൊക്കെയാണ് ഈ സിനിമ കൈകാര്യം ചെയ്യുന്നത്. വളരെ വലിയൊരു സബ്ജക്റ്റുമാണ്. എന്നാൽ നമ്മുടെ ഫാൻറ്റസി എലമെൻസ് ഒക്കെ കൂട്ടിക്കലർത്തിയെടുത്തിരിക്കുന്ന അതിമനോഹരമായിട്ടുള്ള സിനിമയാണ്. നിങ്ങൾ മിസ് ചെയ്യരുത് ഈ പടവും. 1980 ബാലേന്ദ്ര മേനോന്റെ സംവിധാനത്തിൽ വന്ന സിനിമയാണ് കലിക. അതായത് ബാലേന്ദ്ര മേനോൻ പൂർണ്ണമായിട്ടും പൊതുവെ അദ്ദേഹം ഫാമിലി സിനിമകളും ലവ് സ്റ്റോറി സിനിമകളും ഒക്കെ എടുക്കുന്ന ഒരു മനുഷ്യനാണ് ബാലേന്ദ്ര മേനോൻ എന്ന് പറയുന്നത്. അദ്ദേഹം ഒരു അത്ഭുതമാണ്. കാരണം കഥാതിരക്കഥ സംവിധാനം അദ്ദേഹം തന്നെ അഭിനയിക്കും. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഓൾ ആൻഡ് റൗണ്ട് ചെയ്യുന്നൊരു നടനായിരുന്നു അദ്ദേഹം സംവിധാനം ചെയ്തൊരു വെറൈറ്റി സിനിമയായിരുന്നു കലിക എന്ന് പറയുന്നത്. അതായത് സുകുമാരൻ, ഷീലാമ്മ, ബാലേന്ദ്ര മേനോൻ ഒരുപാട് ആൾക്കാരുണ്ട്. പൂർണ്ണമായിട്ടും മന്ത്രവാദമായിട്ട് ബേസ് ചെയ്തിട്ടുള്ള ഒരു സിനിമയാണ്. അതായത് ഒരു നാട്ടിൽ വെക്കേഷൻ ആഘോഷിക്കാൻ വരുന്ന കുറച്ച് യുവാക്കൾ ആ നാട്ടിൽ തന്നെ ഒരു എന്താ പറയുന്നത് ഒരു ഇതൊക്കെ ഉണ്ട്. ഈ അനന്തപുരം കണക്കായിട്ട് കാവൊക്കെ ഉണ്ട്. ആ കാവിൽ പലരും നഗ്നയായിട്ട് എന്താ പറയുക ദുർമന്ത്രവാദം ചെയ്യുന്ന ഒരു സ്ത്രീയെക്കുറിച്ച് ആൾക്കാർ കണ്ട ആ കാണുന്ന വഴി തന്നെ അത് ചോര ഛർദ്ദിച്ച് മരിച്ചു എന്നൊക്കെ പറഞ്ഞൊരു കഥകളൊക്കെ ഉണ്ട് നാട്ടിൽ. അതിൻ്റെ സത്യാവസ്ഥ എന്താണ് അത് വളരെ മനോഹരമായിട്ട് അവതരിപ്പിച്ചിരിക്കുന്ന സിനിമയാണ് കലിക. തീർച്ചയായിട്ടും കാണണം. കാരണം ഇതൊക്കെ ഈ ഒരു സിനിമയൊക്കെ നിങ്ങൾ മിസ് ചെയ്യാൻ ചാൻസ് വളരെ കൂടുതലാണ്. 1978 വിൻസെന്റ് സംവിധാനം ചെയ്തിട്ട് കമലഹാസൻ നായകനായിട്ട് അഭിനയിച്ച മലയാള സിനിമയാണ് വയനാടൻ തമ്പാൻ. അതായത് നമ്മുടെ ബ്രഹ്മയുഗത്തിനോട് എന്താ പറയുക വളരെയേറെ സാമ്യമുള്ളൊരു സിനിമയാണിത്. അതായത് തൻ്റെ യൗവനം നിലനിർത്താൻ വേണ്ടി കുട്ടിച്ചാത്തിന് ബലി കൊടുക്കുന്ന ഒരു വില്ലൻ കഥാപാത്രമായിട്ടാണ് ഇതിനകത്ത് കമലഹാസൻ അഭിനയിച്ചിരിക്കുന്നത്. വളരെ രസമുള്ള എന്നുവെച്ചാൽ പഴയ കാലത്തിൻ്റെ എല്ലാ ഓർമ്മകളും പുത്തിണക്കിക്കൊണ്ടുള്ള ഒരു സിനിമയാണ്. എനിക്ക് വളരെയേറെ ഫേവറേറ്റ് ആയിട്ടുള്ള സിനിമയാണ്. ഇപ്പോഴും നമുക്ക് ഈ പടം കണ്ടു കഴിഞ്ഞാൽ അത്ര ബോറൊന്നും അടിക്കത്തില്ല. കാരണം ഒരു 78 വന്ന സിനിമയാണെന്ന് ഇതിൻ്റെ കൺസെപ്റ്റ് കണ്ടാൽ പറയത്തില്ല. നല്ല രസമായിട്ടാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. ഈ പടം നിങ്ങൾ മിസ് ചെയ്യരുത്. നമ്മൾ കഴിഞ്ഞ 2 വീഡിയോയിലും സ്പെഷ്യൽ മെൻഷൻ പറഞ്ഞ പോലെ തന്നെ ഈ ദിവസത്തെ സ്പെഷ്യൽ മെൻഷൻ നസീർ സാർ തന്നെയാണ്. അദ്ദേഹത്തിന് ഒഴിവാക്കിയിട്ടൊരു ജോണർ ഉണ്ടാകാൻ പറ്റുമെന്ന് എനിക്ക് ഓർമ്മയില്ല. കാരണം 1984 നമ്മുടെ ഇപ്പം മലയാളത്തിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ കാത്തിരിക്കുന്ന ഒരു സിനിമയാണ് കത്തനാർ എന്ന് പറഞ്ഞ സിനിമ. അതുപോലെ തന്നെ 1984 കടമറ്റത്ത് കത്തനാരിനെ ആസ്പദമാക്കി ജീവിതകഥയെ ആസ്പദമാക്കി നസീർ സാർ അഭിനയിച്ച സിനിമയാണ് കടമറ്റത്തച്ഛൻ. വളരെ രസമുള്ള അതായത് യക്ഷിക്കഥകളും മറ്റേ നമ്മുടെ മന്ത്രവാദവും പുള്ളി യക്ഷിയെ തിളയ്ക്കുന്നതും ഒക്കെ ആയിട്ടുള്ള കഥകൾ ഇങ്ങനെ കോർത്തിണക്കിക്കൊണ്ട് ആ കാലഘട്ടത്തിൻ്റെ എല്ലാ രസങ്ങളും ഒക്കെ ഓർത്തിണക്കിയ ഒരു സിനിമയാണത്. നിങ്ങൾ കാണാൻ മറക്കരുത്.